ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് തമ്മിൽ കണ്ട പോലെ 2025 പ്ലാനിങ് വീഡിയോ ആയിട്ടാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു വോയിസ് വെറുതെ കേട്ടാൽ മാറ്റം വരില്ല. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഒന്ന് എഴുതണം കേട്ടോ. അപ്പോൾ ഒരു പുസ്തകവും പേനയും എടുക്കുക, എന്നിട്ട് ഈ ഒരു വോയിസ് കേൾക്കുന്നതിനെ എഴുതി തുടങ്ങുക. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ വോയിസ് 2-3 തവണ കേട്ടിട്ട് പിന്നെ ഒരു സമയത്തിരുന്ന് സമാധാനത്തോടെ എഴുതുക. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അതായത് നമ്മുടെ 2025 പ്ലാൻ ചെയ്യാനുള്ള ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ ഡ്രീംസും എഴുതുക. നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ സ്വപ്നങ്ങളും എഴുതുക. സ്വപ്നങ്ങൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ. അതിന് ലിമിറ്റ്സ് ഇല്ലല്ലോ. നമുക്ക് സ്വപ്നം കാണുന്നതിന് നമുക്ക് ലിമിറ്റ്സ് ഉണ്ടാവാറില്ല. അത് ഗോളായിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് ഇത് നടക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ സ്വപ്നവും ഒന്ന് എഴുതുക. ഫ്രീ ആയിട്ട് എഴുതുക. ഡ്രീംസ് എഴുതിയതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ നിങ്ങൾക്ക് ഈ 2025 നേടണം, അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് ഇടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നുകൂടി ഒന്ന് ഗോൾസ് എന്ന് പറഞ്ഞുകൊണ്ട്, ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി എഴുതുക. ഒരുപാട് പ്ലാനിംഗ് ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഈസി വേ എന്ന് പറയുന്നത്, ഇത് എഴുതിയതിനു ശേഷം, നിങ്ങളുടെ ഗോൾസ് എഴുതിയതിനു ശേഷം നേരെ മൈൻഡ് മാപ്പിംഗ് ചെയ്യാം. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ സോഷ്യൽ പഠിക്കുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. സോഷ്യലും ബയോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് നടുവിൽ ഒരു കാര്യം എഴുതി അതിന്റെ ചുറ്റും സൂര്യനെ പോലെ വരച്ചിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. അതുപോലെ ഇപ്പോൾ ദേഷ്യം കുറക്കലാണ് നിങ്ങളുടെ ഒരു ഗോളെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈൻഡ് മാപ്പ് ചെയ്ത് വെക്കാം. അതായത് അത് ദേഷ്യം കുറക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ മെയിൻ പോയിന്റ്സ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കീവേഡ് എന്താണ്, അല്ലെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ എന്താണെന്നുള്ളത് ഒരു സൂര്യൻ പോലെ വരച്ച് നമുക്ക് അതിൻ്റെ ചുറ്റുമായിട്ട് എഴുതി വെക്കാം. ഇതുപോലെ മൈൻഡ് മാപ്പിംഗ് ചെയ്യുന്നത് മടിയുള്ളവർക്ക്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ അത്ര വിശദീകരിച്ച് പ്ലാൻ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ, ഈ ഒരു വോയിസ് ഫുള്ളായിട്ട് കേൾക്കേണ്ടതില്ല. ഇവിടെ തന്നെ നിങ്ങളുടെ പ്ലാനിങ് പൂർത്തിയാക്കാം. ഡീപ്പായിട്ട് ഗോൾ സെറ്റിംഗ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ അടുത്ത ഘട്ടത്തിലേക്ക് വരിക. അടുത്തത് ഗോൾ ഓർഗനൈസിംഗ് ആണ്. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം സ്വപ്നങ്ങൾ എഴുതി, അതിൽ നമുക്ക് 2025 അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗോൾസിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഓർഗനൈസ് ചെയ്യുക? നമ്മളിപ്പോൾ തുരുതുരാ എഴുതിയ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ, റിലേഷൻഷിപ്സ്, ഇപ്പം ഹസ്ബൻഡുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ മക്കളുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഗ്രോത്തുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ ഒരു 4-5 കോളമാക്കി മാറ്റി അതിലേക്കൊന്ന് മാറ്റി എഴുതുക. ഇങ്ങനെ റിലേഷൻഷിപ്പ് ഗോൾസ്, പാരന്റിങ് ഗോൾസ്, മണി ഗോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് കോളത്തിലേക്ക് മാറ്റി എഴുതുക. ഇങ്ങനെ മാറ്റി എഴുതിയാലുള്ള ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ആ പേജ് നോക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഗോൾസ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ കാണാം. വേറെ ബുദ്ധിമുട്ടില്ല അല്ലേ? നമുക്ക് ഫുള്ളായിട്ട് വായിക്കേണ്ടതില്ല. റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റം വരുത്താനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യാനുണ്ട്, നമുക്ക് ഓരോന്നും കാണാം. എന്താണ് സെൽഫ് ഗ്രോത്തിൽ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, എല്ലാം നമുക്ക് നോട്ടത്തിൽ കാണാൻ പറ്റും. ആ ഒരു കോളത്തിൽ വരച്ചെഴുതുന്നത് നിങ്ങൾക്ക് കുറേ കളേഴ്സൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി എഴുതാട്ടോ. ഈ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡെഡ് ലൈൻ ആണ്. നമുക്ക് ഗോൾസ് ഉണ്ടായാലും ഒരു ഡെഡ് ലൈൻ ഇല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലേ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറേ പേരുണ്ടാവും. അല്ലെങ്കിൽ കുറേ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്തു, ചിലതൊന്നും അച്ചീവ് ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്നവർ ഒന്ന് ആലോചിക്കേണ്ടത്, അതിനൊക്കെ ഡെഡ് ലൈൻ ഉണ്ടോ എന്നുള്ളതാണ്. ഡെഡ് ലൈൻ ഉണ്ടോ? ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഇതിനു മുൻപ് അച്ചീവ് ചെയ്ത ഏത് ഗോൾ എടുത്ത് നോക്കിയാലും ഡെഡ് ലൈൻ ഉള്ളത് കൊണ്ടായിരിക്കും അത് പൂർത്തിയാക്കിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഡ്രൈവിംഗ് കുറേ കാലം ആഗ്രഹിച്ച് അവസാനം പോയി ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെഡ് ലൈനായി. നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 40 ഡേയ്സിനുള്ളിൽ പിന്നെ നമ്മൾ ടെസ്റ്റിന് പോകണം, നിർബന്ധമാണ്. അപ്പോൾ ഡെഡ് ലൈനായി നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അത് ചെയ്തിരിക്കും. അതുവരെ ഇല്ലാത്ത സമയം നമ്മൾ കണ്ടെത്തിയിരിക്കും. അതുപോലെ ഓരോന്നിനും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജനുവരിക്ക് ഉള്ളിലായിട്ട് എന്തൊക്കെ അച്ചീവ് ചെയ്യണം, 3 മാസത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യണം, ജൂലൈ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്ക് ഫിനിഷ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോൾ ചെയ്തു തീർക്കേണ്ട പ്രൊജക്റ്റ് ഏതാണ്, ഈ രീതിയിൽ ഡെഡ് ലൈന് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര വരെ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ പേപ്പറിലേക്ക് വന്നു. ഇനി നമ്മുടെ ബൂസ്റ്റിംഗ് ടൈമാണ്. എഡിറ്റിംഗ് ഒക്കെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ടെങ്കിൽ കുറേ എഡിറ്റ് ചെയ്യാനുള്ളൊരു, എനിക്ക് മനസ്സിലിങ്ങനെ ഒരുപാട് ഐഡിയാസ് വരുന്നുണ്ട്, പക്ഷേ ഞാൻ എഡിറ്റിങ്ങിൽ കൂടുതൽ ടൈം കൊടുക്കില്ല. അങ്ങനെ വന്നാൽ ഈ വീഡിയോ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ടൈം എടുക്കും. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കലാണ് നല്ലത് അല്ലേ? എത്രയും പെട്ടെന്ന് നിങ്ങളും പ്ലാൻ ചെയ്യുക. ഞാൻ പ്ലാൻ ചെയ്തു, നിങ്ങളും എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്യുക. ഞാൻ എഡിറ്റിങ്ങിന് സമയം കളയുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ബൂസ്റ്റിംഗ് ആണ്. ബൂസ്റ്റിങ്ങിൽ കുറച്ച് ചോദ്യങ്ങളാണുള്ളത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഈ ചോദ്യം എഴുതി വെക്കുക, മറുപടിയും എഴുതുക. കഴിഞ്ഞ 10 വർഷം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ കഴിഞ്ഞ 10 വർഷം എങ്ങനെയായിരുന്നു? ഏത് വർഷം മുതലാണ് നിങ്ങൾ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയത്? എന്തൊക്കെ മാറ്റങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ട്? അടുത്ത 10 വർഷത്തിൽ എന്തൊക്കെ നേടണം? ഇൻഷാ അല്ലാഹ്, ഗോഡ് വില്ലിങ് എന്തൊക്കെ നേടണം? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്നതൊക്കെ ഞാൻ നേടിയിരിക്കും എന്ന്
നിങ്ങൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, ഇതുവരെ നിങ്ങളുടെ ലൈഫ് ടൈമിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ അത് കാണുള്ളൂ എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒന്നിരുന്ന് എഴുതി നോക്കുക. എന്തൊക്കെ ശീലങ്ങളായിരുന്നു നിങ്ങളുടെ നേട്ടത്തിന് സഹായിച്ചത്? ആ ശീലങ്ങൾ ശീലിക്കാനുള്ള ആ മൈൻഡ് സെറ്റ് എന്തായിരുന്നു? എന്ത് മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തത്? എന്തായിരുന്നു നിങ്ങളെ സഹായിച്ചത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ മറുപടി എഴുതുക. ഇത് എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി അങ്ങ് ബൂസ്റ്റ് ആയിക്കോളും. അടുത്തത് ഹാബിറ്റ് ട്രാക്കിംഗ്. ഇത്രയും ചെയ്ത ഇപ്രാവശ്യം നമ്മുടെ ഗോൾ സെറ്റിംഗ് സിമ്പിൾ ആണ് കേട്ടോ. അടുത്തത് ഹാബിറ്റ് ട്രാക്കിംഗ്. അപ്പോൾ ഗോൾസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഹാബിറ്റ്സ് ആക്കി മാറ്റണം അല്ലേ. കാരണം ഇപ്പോൾ വർഷത്തിൻ്റെ അവസാനം നേടേണ്ട ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ഡെയിലി പല കാര്യങ്ങളും ചെയ്താലാണ്, കുറച്ച് കുറച്ച് ചെയ്താലാണ് വർഷത്തിൻ്റെ അവസാനം ആ ഒരു ഗോൾ ശരിക്കും ഒരു വീടൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലേ. ഓരോ കല്ലും വെച്ചിട്ടാണ് ഒരു വീട് പൂർത്തിയാവുന്നത്. ഒറ്റ ദിവസം കൊണ്ട് വീട്ടിൽ കൂടലിൻ്റെ അന്നാണോ വീട് പെട്ടെന്ന് വരുന്നത്? അല്ലല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അടുത്തത് ഹാബിറ്റ് ട്രാക്കിംഗ് ആണ്. ഹാബിറ്റ് ട്രാക്കിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡെയിലി ചെയ്തു പോകേണ്ട ശീലങ്ങളൊന്ന് ലിസ്റ്റ് ആക്കുക. ഓരോ മാസവും നിങ്ങൾക്ക് ഹാബിറ്റ് ട്രാക്കിംഗ് മാറ്റി എഴുതാം, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് മാറ്റി എഴുതാം. ഓരോ ആഴ്ചയിലും എന്തൊക്കെ ട്രാക്ക് ചെയ്യണമോ, അടുത്ത 7 ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് ആക്കുക. 7 കോളം വരക്കുക. എല്ലാ ദിവസവും ടിക്കിട്ട് പോവുക. കഴിഞ്ഞ വീഡിയോയിൽ പ്ലാനർ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ സ്റ്റാറ്റസിൽ ഷെയർ ചെയ്തിട്ടില്ല. ചെറിയ പ്ലാൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യേണ്ടി വരും മിക്കവാറും. ഇപ്പോൾ മൈൻഡ് മാപ്പിംഗ് ഒക്കെ പറഞ്ഞു, അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് സംശയം വരാം. അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം ഞാൻ ഇതിനായിട്ടൊന്ന് മാറ്റിവെക്കാം. അതായിരിക്കും നല്ലത്. കുറച്ച് കാര്യങ്ങൾ സംശയങ്ങൾ വരുമ്പോൾ ക്ലിയർ ആക്കാൻ പറ്റണമെങ്കിൽ ഒരു ദിവസം ഇതിനായിട്ട് മാറ്റിവെക്കലാണ്, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഇതിനായിട്ട് മാറ്റിവെക്കലായിരിക്കും നല്ലത്, വാട്സപ്പ് സ്റ്റാറ്റസിന് വേണ്ടി. ഹാബിറ്റ് ട്രാക്കിങ്ങിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾക്ക് ജോലി വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അടുത്ത നവംബർ ആകുമ്പോഴേക്ക് നിങ്ങൾക്കൊരു ജോലിക്ക് കയറണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് ഗോള് എന്നാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു വരാനുണ്ട്? പഠിക്കണം, എക്സാം ക്രാക്ക് ചെയ്യണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലൊക്കെ മാറ്റം, നമ്മുടെ ജോലിക്കനുസരിച്ച് ബോഡി ലാംഗ്വേജിലൊക്കെ മാറ്റം കൊണ്ടുവരാനുണ്ടാവും. ഇതൊക്കെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ഒക്കെ ഗോളായി സെറ്റ് ചെയ്ത് ഹാബിറ്റ്സ് ആക്കി മാറ്റി നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഫൈനൽ ഈ ഒരു നവംബറിലാണെങ്കിൽ നവംബറിൽ ആ ഒരു ജോലിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഡെയിലി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് വെച്ച് അത് ഫോളോ ചെയ്യുന്നതിനെയാണ് ഈ ഹാബിറ്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അത് നിർബന്ധമാണ് കേട്ടോ. നമുക്ക് എന്ത് ഗോളും അച്ചീവ് ചെയ്യാൻ ഈ ഹാബിറ്റ് ട്രാക്കിംഗ് നിർബന്ധമാണ്. അടുത്ത പാർട്ട് കൺസിസ്റ്റൻസി. നിങ്ങളുടെ മനസ്സിൽ വരുന്ന സംശയങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഹാബിറ്റ് ട്രാക്കിംഗ് വരെയുള്ള കാര്യങ്ങൾ എളുപ്പമാണ്. പിന്നെ കൺസിസ്റ്റൻസിയിലേക്ക് വരുമ്പോഴാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് വരിക അല്ലേ. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അത് മാത്രം ചെയ്താൽ മതി. ഈ കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കേണ്ടതില്ല. ഡെയിലി ചെയ്താൽ മാത്രമേ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും കൂടി ചെയ്യാൻ കഴിയാതെ ആവാൻ പാടില്ല. നിങ്ങൾക്ക് ഓരോ ദിവസവും എത്ര ചെയ്യാൻ പറ്റുമോ അത്ര ചെയ്താൽ മതി. നമ്മളെല്ലാവരും പല ഘട്ടത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ഞാനും നിങ്ങളൊക്കെ ഉള്ളത് വ്യത്യസ്ത ലെവലിലായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം കുറേ പേര് മെസ്സേജ് അയച്ചത് ഐനയുടെ 2021 ഞാനുള്ളത്, ഐനയുടെ 2022 ഞാനുള്ളത്, ഐനയുടെ 2023 തോന്നുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ വന്നിരുന്നു. നിങ്ങൾ ആ രീതിയിൽ കണക്കൂട്ടുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. കാരണം ഒരുപാട് പേര് ആ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു വർഷം പറഞ്ഞാൽ എനിക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടായിരിക്കണം ആ ഒരു വർഷം പറഞ്ഞ് തന്നെ മെസ്സേജ് അയച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ വീക്കാണെങ്കിൽ, ടയേർഡ് ആണെങ്കിൽ, നിങ്ങൾക്കൊന്നിനും വയ്യെങ്കിൽ നിങ്ങൾ ഈ ഗോൾസിൻ്റെ പേരും പറഞ്ഞ് നിങ്ങളെ സ്ട്രെസ്സ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിക്കവർ ആവാൻ കഴിയും, നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയും. സ്ട്രെസ് ചെയ്യാതിരിക്കുക. അടുത്ത വലിയ പാർട്ടാണ് മോട്ടിവേഷൻ അല്ലേ. ഓക്കെ, ഇത്രയും ഓക്കെയാണ്. പക്ഷേ മോട്ടിവേഷൻ, ഡെയിലി ഡോസ് ഓഫ് മോട്ടിവേഷൻ എവിടെ നിന്ന് കിട്ടും? നമുക്ക് ശരിക്ക് ആക്ഷനാണ് എടുക്കേണ്ടത്, അപ്പോഴാണ് മോട്ടിവേഷൻ വരിക. പക്ഷേ ചിലർക്ക് മോട്ടിവേഷൻ ഉണ്ടായാലേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എപ്പോഴും മോട്ടിവേഷന് വെയിറ്റ് ചെയ്യാതിരിക്കുക. പക്ഷേ തീരെ ഒട്ടും മോട്ടിവേഷൻ ഇല്ല, പക്ഷെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, ഇതിൽ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ, സോഫ്റ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങളൊരു ഗോളുമായിട്ട് പോവുകയാണെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. മോട്ടിവേഷൻ നോക്കാതെ കാര്യങ്ങൾ ചെയ്യാണ് വേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് വയ്യെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഡെയിലി ഡോസ് ഓഫ് മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലിൻ്റെ പേരുകൾ നിങ്ങൾക്ക് എഴുതി വെക്കാം,
അല്ലെങ്കിൽ പേജസിൻ്റെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന പേജിൻ്റെ ഒക്കെ പേരുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചത് കൂടാതെ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത് കൂടാതെ നിങ്ങളുടെ പ്ലാനറിലേക്ക് ഇത് എഴുതാൻ പറയുന്നത് ഇത് പ്ലാനർ മറിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ മോട്ടിവേറ്റഡ് ആവണം. അതിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, അതെ ഇവരും എന്നെപ്പോലെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇവരും എന്നെപ്പോലെ വന്ന് സക്സസ് ആയ ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഒരു പേഴ്സണൽ കോച്ചിനെ ഹയർ ചെയ്യാൻ പറ്റും അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ മോട്ടിവേഷൻ നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഘട്ടം, നിങ്ങളുടെ വിൻസ്, നിങ്ങളുടെ സക്സസ് ചെറുതാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുക. ചെറിയ ചെറിയ സക്സസ് ആണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യുക. സ്വന്തത്തിന് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരോട് പറയുക. നിങ്ങൾക്ക് എന്നോട് വന്ന് പറയാം. ഒരുപാട് പേര് ലൈസൻസ് എടുത്താൽ, അതുപോലെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അച്ചീവ്മെൻറ്റ്സ് എന്ത്, അത് ഈ പറഞ്ഞ പോലെ ചെറിയ വിൻസ് ആണെങ്കിലും വന്ന് പറയുന്നവരുണ്ട്. അതിനകത്തേക്ക് ഇത് വലിയ കാര്യമല്ലായിരിക്കും, പക്ഷേ ഞാൻ ഇന്നൊരു കാര്യം അച്ചീവ് ചെയ്തു, ഇത്ര നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിരുന്നു, ഇങ്ങനെ വന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് വന്ന് പറയാം. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ പോയി പറയാം നിങ്ങളുടെ ചെറിയ ചെറിയ വിൻസ്. നിങ്ങളുടെ കുട്ടികളോട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ചെറിയ നേട്ടവും എനിക്ക് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എനിക്കറിയാലോ, ഞാൻ നടന്നു വന്ന വഴികൾ തന്നെയാണ് നിങ്ങൾ ഷെയർ ചെയ്യാറുള്ളത്. നിങ്ങൾ ഞാനുമായിട്ട് കണക്റ്റ് ആവാൻ കാരണം തന്നെ നമ്മളെല്ലാവരും ഒരുപോലെയാണ് ചിന്തിക്കുന്നത്, ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ പറയുന്ന ചെറിയ കാര്യം പോലും എനിക്ക് അത് വലിയ കാര്യം തന്നെയാണ്. എൻ്റെ പഴയകാലം ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എനിക്ക് അത് സന്തോഷം തരുന്ന കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് നിങ്ങൾ ഓരോന്നും വന്ന് പറയുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് താല്പര്യമില്ലാത്ത ഗോൾസ് വെട്ടിക്കളയുക. അതായത് നിങ്ങൾ കുറച്ച് മൂവ് ചെയ്യുമ്പോൾ, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, അല്ലെങ്കിൽ 3-4 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി തുടരണ്ട എന്ന് തോന്നുന്ന ഗോൾസ് ഒക്കെ ഉണ്ടാവും. എഴുതിപ്പോയത് കൊണ്ട് അത് ഫോളോ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് വെട്ടിക്കളയുക. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഉടനെ ഒഴിവാക്കുക. ഭാരം ചുമന്ന് നടക്കേണ്ടതില്ല. ഈ വർഷം ഇനി പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉടനെ അടുത്ത വർഷത്തേക്ക് നോട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേ വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയേക്കുക. നമ്മളുടെ ഡ്രീംസ് മാറും, അത് നോർമലാണ്. വേണ്ടാത്തത് ഒഴിവാക്കണം കേട്ടോ. അടുത്തത് ടൈം ബ്ലോക്കിംഗ്. നമ്മുടെ സമയം ബ്ലോക്ക് ചെയ്യുക. എന്തിന്? നമ്മുടെ ഇഷ്ടമല്ലാത്ത ജോലികൾ, മടി പിടിപ്പിക്കുന്ന ജോലി, പേടി തോന്നുന്ന ജോലികൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നൊക്കെ അങ്ങ് ചെയ്തു പോകും. പക്ഷേ നമ്മുടെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ അത് മാത്രം മാറ്റി വെക്കാറുണ്ട്. അതായത് അതിനൊരു സമയവും കാലവും ഒക്കെ ഒത്തു കിട്ടിയാൽ മാത്രം ചെയ്യാനായിട്ട്. പക്ഷെ ആ ഒരു ചിത്രം വരെ ആയിരിക്കും അവരെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നത്. പക്ഷെ അത് മാറ്റി വെക്കും. കാരണം കളറും അല്ലെങ്കിൽ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ തന്നെ ടൈം വേണം. അത് ഭംഗിയിൽ മാനേജ് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു ടൈം വേണം. ഇങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങ് നീട്ടിക്കൊണ്ട് പോകും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതോ മടി പിടിക്കുന്നതോ പേടി തോന്നുന്നോ ആയിട്ടുള്ള എല്ലാ കാര്യവും ടൈം ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. ഞാനിപ്പോൾ ടൈം ബ്ലോക്ക് ചെയ്തത് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ മടി പിടിച്ചിട്ടുമല്ല. എനിക്ക് യൂട്യൂബ് വീഡിയോസ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോ ചെയ്യാന്നുള്ളത് സംതിങ് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം, അതായത് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ തലേന്ന് തന്നെ എക്സ്ട്രാ ചെയ്ത് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ തന്നെ ചെയ്ത് വെച്ച് റെസ്റ്റ് ഇല്ലാതെ ഓടിയിട്ടാണ് ഇന്നിപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് യൂട്യൂബിന് വേണ്ടി മാറ്റി വെച്ച് ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ടൈം ബ്ലോക്ക് ചെയ്ത് ചെയ്യലാണ് നല്ലത്. നിങ്ങളുടെ കമൻസ് ശരിക്കും എനിക്ക് ഒരു ഡോപ്പമിൻ ബൂസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ മാറ്റങ്ങൾ, ഇത്രയും വർഷം കൊണ്ട് നിങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും നിങ്ങൾ ഏത് വർഷമാണ് മാറ്റങ്ങൾ തുടങ്ങിയെന്നും ഇതൊക്കെ താഴെ കമൻറ്റിലും ഷെയർ ചെയ്താൽ ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളുടെ സ്റ്റോറി അവിടെ എനിക്ക് വായിക്കാൻ പറ്റുമ്പോൾ അത് എനിക്കൊരുപാട് സന്തോഷം കിട്ടുന്ന, എൻ്റെ ഡോപ്പമിൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടം, വായിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ബഡ്ജറ്റ് യുവർ മണി. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് ശരിക്കും ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത്രമാത്രം എൻ്റെ കയ്യിലേക്ക് വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ട്. അല്ലെങ്കിൽ ആവശ്യമുള്ളതിന് മാത്രമല്ലേ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ, എനിക്ക് എന്നെ 100% വിശ്വാസമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഏരിയ ആണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം മുതൽ എന്ത് ചെയ്യുക, ചെറിയൊരു പ്ലാനെങ്കിലും തയ്യാറാക്കി ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ഇനി അടുത്തത് വീക്കിലി റിഫ്ലക്ഷൻ. എല്ലാ ആഴ്ചയിലും നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ ഇനി കൊണ്ടുവരാനുണ്ട്, എവിടം വരെ ചെയ്തു, ഇനി അടുത്ത ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ഫോളോ ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് ആലോചിക്കാനും തിരുത്താനും ഒക്കെ ഒരു റിഫ്ലക്ഷൻ ഡേ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒന്നും എവിടെ എത്തിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ മേ ബി നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ ഒരാളായിരിക്കാം. നിങ്ങളുടെ ഇന്നർ സെൽഫിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇന്നർ സെൽഫിനെ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക. ഗോൾ സെറ്റിങ്ങിനേക്കാളും ആദ്യം വേണ്ടത് ഹീലിംഗ് ആയിരിക്കാം. ഡ്രീംസ് എന്നും ഗോൾസ് എന്നും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉഷാർ കിട്ടുന്നില്ല, ഒരു ഉന്മേഷമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഇന്നർ സെൽഫ് ഹീലിംഗ് തന്നെ ആയിരിക്കാം. ഇന്നർ സെൽഫിന് പ്രശ്നമുള്ള ആൾക്കാർ എപ്പോഴും സർവൈവൽ മോഡിലായിരിക്കും കേട്ടോ. അതായത് അന്നന്നത്തെ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നല്ലാതെ ഒരിക്കലും പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. അതായത് ഫ്യൂച്ചറിലേക്ക് ഗോളൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് അവർക്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അന്നന്നത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്തു പോകുന്നുണ്ടാവുക. സ്വന്തത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വളരെ പിന്നോട്ടായിരിക്കും. കാരണം സെൽഫ് സപ്പോർട്ടേ ചെയ്യും. അതായത് സ്വന്തത്തോടുള്ള ദേഷ്യം കൊണ്ട് സ്വന്തത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മാറ്റിവെക്കും. നവംബർ 30 നമ്മുടെ അടുത്ത ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അഡ്മിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താഴെ അഡ്മിൻ്റെ നമ്പറും അതുപോലെ തന്നെ എൻ്റെ നമ്പറും കൊടുക്കുന്നതായിരിക്കും. മൈ നമ്പർ എന്ന് കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഞാൻ ഇടുന്ന മോട്ടിവേഷണൽ ആയിട്ടുള്ള കോഡ്സും അല്ലെങ്കിൽ സ്റ്റാറ്റസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇടയ്ക്ക് വോയിസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഓരോ മാസവും വരുന്ന ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഷെയർ ചെയ്യുന്നത് സ്റ്റാറ്റസിൽ തന്നെയാണ്. അപ്പോൾ ആ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ ഞാൻ സേവ് ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങളുടെ നമ്പർ. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള, അതായത് ആങ്കർ മാനേജ്മെൻറ്റ് മാസ്റ്ററി ഗ്രൂപ്പ് ഡിസംബർ 10 ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം തുടങ്ങാൻ പോകുന്നത്, വർഷത്തിൽ ഫുള്ളായിട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നത് വീക്ക്ലി പ്ലാനിങ് ആൻഡ് റിഫ്ലക്ഷന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ എത്രത്തോളം അതായത് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് പോകാൻ കഴിയാനായിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസംബർ 20 സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റാറ്റസിൽ കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഇപ്പോൾ ഷെയർ ചെയ്യുള്ളൂ. ഓരോന്നും അതിൻ്റെ സമയമാകുമ്പോഴാണ് ഗ്രൂപ്പ് സ്റ്റാറ്റസിൽ കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തനിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇങ്ങനെയുള്ള ഹെൽപ്പ് സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ കോഴ്സുകളുടെ കാര്യം പറയുന്ന കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്സിൻ്റെ ഒക്കെ കാര്യം പറയുന്ന കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നാം ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാതെ എങ്ങനെ ഇങ്ങനെയുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യും. ചെറിയ പൈസയാണ് കേട്ടോ. ഇന്നർ ചൈൽഡ് ഹീലിംഗിന് 500 രൂപയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്തായാലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് 500 രൂപക്ക് കിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ ആ ഒരു പൈസ പറയുന്നത്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ലക്ഷങ്ങൾ കൊടുത്ത് ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ സ്വയം ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം കേട്ടോ. ഈ 500 രൂപ സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് വേണ്ട ശരിയായ വഴികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിൽ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാർ അത് വെച്ച് നിങ്ങളെ ലിമിറ്റ് ചെയ്യേണ്ടതില്ല. നമ്മൾ ആരും തുടങ്ങുന്നത് ഒരുപാട് പൈസയും കൊണ്ടല്ല അല്ലേ നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ജേണി ഞാൻ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുള്ളത് മുഴുവനും ഫ്രീ റിസോഴ്സസ് തന്നെയാണ്. യൂട്യൂബിലുള്ള വീഡിയോസ്, അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വായിക്കാം, ഇതൊക്കെ തന്നെയാണ് ആദ്യം ചെയ്തത്. പിന്നെയാണ് മെല്ലെ പുസ്തകത്തിലേക്ക് എത്തുന്നത്. അതും പുസ്തകം കയ്യിലേക്ക് വാങ്ങുന്നതിനേക്കാളും ലാഭം ഇ ബുക്സ് ആണ് എന്ന് കണ്ടിട്ട് ഇ ബുക്സ് ആയിരുന്നു ആദ്യം വായിച്ച് തുടങ്ങിയത്. ഗൂഗിൾ ബുക്സിൽ അങ്ങനെയായിരുന്നു, ഓഫർ കാണിക്കും അതിൽ. അപ്പം അങ്ങനെയായിരുന്നു വായിച്ച് തുടങ്ങിയത്. അതിനുശേഷമാണ് കയ്യിലേക്ക് പുസ്തകം വാങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആണോ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. നിങ്ങളെ ഈ ഒരു പണത്തിൻ്റെ പേര് പറഞ്ഞൊന്നും ലിമിറ്റ് ചെയ്യാതിരിക്കുക. ഞാൻ അധികം ഈടാക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിതിവിടെ പ്രൈസൊക്കെ പറയുന്നത് തന്നെ കേട്ടോ. കാരണം ഞാനൊരു 500 രൂപയുടെ കോഴ്സാണെങ്കിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ആണെങ്കിൽ ഞാൻ അതിന് 5000 രൂപയുടെ എഫേർട്ട് ഇടാറുണ്ട്. അത്രയും റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യട്ടോ. അപ്പോൾ വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട് എനിക്ക് അത്രക്കൊന്നും പ്രശ്നമില്ല എന്നുള്ളത്. ശരിക്കും നമ്മൾ അതിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് എത്രത്തോളം പ്രശ്നമുണ്ട്, നമുക്ക് ആരോടൊക്കെ പ്രശ്നമുണ്ട്, ആരോടൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ലൈഫ് മെച്ചപ്പെടുത്താത്തത്, അല്ലെങ്കിൽ ആരോടുള്ള വാശി കൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാത്തത് എന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ആരോടൊക്കെയോ ഉള്ള വാശിയുണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാറില്ലായിരുന്നു. എന്നെ
വളർത്തുന്ന കുറേ ശീലങ്ങൾ, സ്വഭാവങ്ങൾ ഞാൻ ഫോളോ ചെയ്യാറില്ലായിരുന്നു. ചിലരോടുള്ള ദേഷ്യം കൊണ്ട്, കുട്ടിക്കാലത്ത് ചിലർ എന്നോട് പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ കൊണ്ട്, അവരന്ന് ഉപദേശിച്ച കാര്യമായതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം ഞാൻ പോലും അറിയാതെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ സമയത്താണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. എൻ്റെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തത് ഞാൻ തന്നെയാണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് പൂർത്തിയാക്കിയത്. അതിനുവേണ്ടി മാത്രം ഞാൻ ഒരുപാട് ആയിരങ്ങൾ മുടക്കിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മിസ്സാക്കണ്ട കേട്ടോ. നവംബർ 30-ന്, അതായത് ഈ ആഴ്ചയിലാണ് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.